പലപ്പോഴും നിങ്ങൾ ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി ഓടി വരും. കുഞ്ഞിന് നിങ്ങളൊരല്പം ചായയോ കാപ്പിയോ നൽകുകയും ചെയ്യും. കുട്ടി രുചിയോട് കൂടി കുടിക്കുകയും ചെയ്യും. കുട്ടിക്ക് ചായ ഇഷ്ടമാണല്ലോ എന്ന് കരുതി പിന്നെ പതിയെ കുട്ടികൾക്ക് പതിവായിട്ട് ചായ കാപ്പി നൽകുന്ന മാതാപിതാക്കളുണ്ട്. നൽകരുത്. കുട്ടികൾക്ക് ചായയോ കാപ്പിയോ നൽകിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ടാനിൻസ് എന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്. ഇത് കുട്ടികൾക്ക് വിശപ്പ് കളയുന്നതിന് കാരണമാണ്. കുട്ടികൾ പതിവായിട്ട് കഴിക്കുന്ന ഭക്ഷണമെല്ലാം പിന്നെ ക്രമേണ കഴിക്കാതാവും. മാത്രമല്ല 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ ചായയോ കാപ്പിയോ പതിവായിട്ട് നൽകുന്ന കുട്ടികളുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ ചെറിയ വ്യത്യാസം വരുത്തുകയും ഹൈപ്പർ ആക്ടിവിറ്റി പോലെ ഉള്ള ചില കണ്ടീഷൻസ് അവരുടെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമെന്ന് പല പഠനങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര കുട്ടികൾക്ക് ഈ പ്രായത്തിൽ നൽകാതിരിക്കുക. വേറെ ഉണ്ട് പ്രോബ്ലം കേട്ടോ. കഴിയുന്നത്ര നമ്മൾ ഈ ചായയോ കാപ്പിയോ കുട്ടികൾക്ക് ഈ ഫുഡിന്റെ ഒപ്പം നൽകിയാലുള്ള അപകടം എന്തെന്നറിയാമോ? ഭക്ഷണത്തിൽ നിന്നും അയൺ കാൽഷ്യം പോലുള്ള പല ഘടകങ്ങളും കുട്ടികളുടെ ശരീരത്തിൽ വലിച്ചെടുക്കത്തില്ല എന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കുട്ടികൾക്ക് പലപ്പോഴും പല ന്യൂട്രീഷൻസും ശരീരത്തിന് കിട്ടത്തില്ല. ഇത്തരം പൊല്ലാപ്പുകളുടെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം, നമ്മുടെ പ്ലെയിൻ വാട്ടർ ചൂടാക്കി തണുപ്പിച്ചത് കൊടുക്കുക. അതിലും നല്ല ഒരു ഡ്രിങ്ക് കുട്ടികൾക്ക് നൽകാനില്ല. ഇതെല്ലാം മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യൂ.